തീർത്ഥാടനം നമുക്കൊക്കെ അറിയാം, നമ്മുടെ ദുരിതങ്ങൾ ക്ഷയിപ്പിക്കാനുള്ളതാണ്, പാപം ക്ഷയിപ്പിക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ പാപത്തിന്റെ ഫലമായിട്ടാണ്. നമ്മുടെ പുണ്യഫലമാണ് നമ്മൾ സുഖങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ജന്മാന്തരങ്ങളിൽ ചെയ്തതായിട്ടുള്ള അനേക ദുരിതങ്ങളുണ്ട്, നമ്മൾ അറിയാതെ കിടക്കുന്ന അധിഷ്ഠങ്ങളായി കിടക്കുന്ന ദുരിതങ്ങൾ. അതിനെ ക്ഷയിപ്പിക്കാനുള്ളതാണ് എന്ത്? ഈ തീർത്ഥാടനം. തീർത്ഥാടനത്തിലൂടെ തീർത്ഥം എന്ന ശബ്ദത്തിന്റെ അർത്ഥം തരിപ്പിക്കുന്നത് എന്നാണ്, തരണം ചെയ്യിപ്പിക്കുന്നത് എന്നാണ്, ക്രോസ് ചെയ്യിക്കുന്നത്. അപ്പൊ നമ്മളെ സംസാര സാഗരത്തെ തരണം ചെയ്യിപ്പിക്കുന്നതാണ് തീർത്ഥം. സംസാര സാഗരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതം തന്നെയാണ്, നമ്മൾ അനുഭവിക്കുന്ന ദുഃഖ പരമ്പരകൾ തന്നെയാണ് ഈ സംസാര സാഗരത്തിലെ തിരമാലകൾ, അല്ലേ? നമ്മൾ നേരിടുന്ന ജനങ്ങൾ തന്നെയാണ്, നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് സംസാര സാഗരത്തിലെ നക്രങ്ങളും ചക്രങ്ങളും തിമിംഗിലങ്ങളും ഒക്കെ. അങ്ങനെ സ്രാവുകളും തിമിംഗിലങ്ങളും മുതലകളും ഒക്കെ ആയിട്ട് നമ്മുടെ ചുറ്റുപാടും ധാരാളം ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ നേരിട്ടുകൊണ്ട് ഈ ദുഃഖ പരമ്പരകളാകുന്ന തിരമാലകൾ എന്നും മാറി മാറി തുടരെ അടിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതത്തിന് പേരാണ് സംസാര സാഗരം എന്നത്. അപ്പൊ ഈ ദുഃഖ പരമ്പരകളൊക്കെ വരുമ്പോഴും ഈ തിരമാലകളൊക്കെ വരുമ്പോഴും അതിൽ മുങ്ങാതെ, ഈ തിരമാലകളാൽ ബാധിക്കപ്പെടാതെ, അവിടെയുള്ള നക്രചക്രങ്ങൾ തിമിംഗിലങ്ങളൊന്നും നമ്മളെ വിഴുങ്ങാതെ, അതിനാലൊന്നും നമ്മൾ കൂടുതൽ സ്വാധീനിക്കപ്പെടാതെ സ്വതന്ത്രരായി ആനന്ദത്തോടുകൂടി കഴിയാനുള്ളതാണ് നമ്മുടെ. ആ ആനന്ദം കിട്ടുന്നത് ഇങ്ങനെയുള്ള തീർത്ഥാടനങ്ങളിലൂടെയും അതിൽ നിന്ന് കിട്ടുന്ന അറിവിലൂടെയും ആ ഈശ്വര വിശ്വാസത്തിലൂടെയൊക്കെയാണ്. അപ്പൊ നമ്മൾ തീർത്ഥാടനം നടത്തി ഇതുവരെ ഒരു സത്സംഗം ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും. തന്നെയാണെങ്കിൽ നമ്മുടെ ഭാരവാഹികളായ കുട്ടികൾ തന്നെ വന്ന് പറഞ്ഞു, സ്വാമി നമുക്ക് ഇവിടെ വെച്ചൊരു സത്സംഗം വേണമെന്ന്. അപ്പൊ അത് അവർക്ക് തോന്നിച്ചത് ഭഗവാൻ തന്നെയാണ്. കാരണം ഏറ്റവും വലിയ തീർത്ഥാടനം എന്ന് പറയുന്നതാണ് സത്സംഗം. സത്സംഗത്തെക്കാൾ വലിയൊരു തീർത്ഥാടനം ഇല്ല. കാരണം നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃത്ശിലാമയാഹ തേ പുനന്തിരുകാലേന ദർശനാദേവ സാധവഃ എന്ന് ഭഗവാൻ തന്നെ ബുദ്ധവൻ ഉപദേശിക്കുന്നു ഭാഗവതത്തില്, ഏകാദശ സ്കന്ധത്തില്. അതുപോലെ പല സന്ദർഭങ്ങളിലും മഹാത്മാക്കളായിട്ടുള്ള ഋഷിമാർ ഇതൊക്കെ പറയുന്നു. അപ്പൊ നഹി അമ്മയാനി തീർത്ഥാനി, വെറും വെള്ളം മാത്രം നിറഞ്ഞു നിൽക്കുന്നതല്ല തീർത്ഥം. ന ദേവാ മൃത്ശിലാമയാഹ, കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ഉണ്ടാക്കിയതായിട്ടുള്ള വിഗ്രഹങ്ങളല്ല ദേവന്മാർ. അപ്പൊ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിന്റെ തത്വം ദർശിക്കണം എന്നർത്ഥം. പേ പുനന്തി ഉരുകാലേന, നിങ്ങൾ അറിവില്ലാതെ ഈ തീർത്ഥങ്ങളിലേക്കോ ഈ വിഗ്രഹസ്ഥാനങ്ങളിലേക്കോ പല പ്രാവശ്യം പോയാലും തേ ഉരുകാലേന പുനന്തി, വളരെ കാലം കൊണ്ട് മാത്രമാണ് ഇത് നമ്മളെ പവിത്രീകരിക്കുക. എന്നാൽ ദർശനാദേവ സാധവഃ, സജ്ജനങ്ങളെ ദർശിച്ചാൽ തന്നെ ആ നിമിഷം നിങ്ങളുടെ പാപങ്ങളും ദുഃഖങ്ങളും ഒക്കെ ക്ഷയിക്കുന്നതായിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്, ഭാഗവതം പറയുന്നത്, നമ്മുടെ പുരാണ ഇതിഹാസങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ ആ സത്സംഗത്തിന്റെ മഹിമ, സത്സംഗം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് പറയലാണ് സത്സംഗം. ബാക്കിയുള്ളതൊന്നും സത്സംഗം ആവില്ല. സത്ത എന്നാൽ ഭഗവാനാണ്. ഈ ലോകത്തിന് മുഴുവൻ അസ്തിത്വം കൊടുത്തിരിക്കുന്ന വസ്തു, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സത്യത്വം കൊടുത്തിരിക്കുന്ന വസ്തുവാണ് ഭഗവാൻ. ഭഗവാൻ ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല. മൈനസ് ഭഗവാൻ ദിസ് ഇസ് നത്തിങ്, ശൂന്യം, അല്ലെ? ഈ പ്രപഞ്ചം ശൂന്യമാണ്. അപ്പൊ ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് അസ്തിത്വമുള്ളത്. അപ്പൊ ആ ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിന്റെ സത്ത. ആ സത്തുമായിട്ടുള്ള നമ്മുടെ കണക്ഷനാണ് സത്സംഗം. ആ സത്തുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന നിമിഷത്തിൽ നമ്മൾ മായ കൊണ്ട് ബാധിക്കപ്പെടുന്നില്ല, ദുഃഖങ്ങളാൽ മറയ്ക്കപ്പെടുന്നില്ല, ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല. അപ്പൊ ആ സത്സംഗം, ആ എന്താ പറയുക, സത്തുമായിട്ടുള്ള സംഘം, ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ ചേർച്ച, അതിലുള്ള വഴി തരുന്നത് ഈ ഗുരുക്കന്മാരും ആചാര്യന്മാരും ഈ സദ്ഗ്രന്ഥങ്ങളും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതായിട്ടുള്ള സത്സംഗങ്ങളുമാണ്. അപ്പൊ അതിന്റെ ഒരു മാഹാത്മ്യം അത് എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് വലിയ തീർത്ഥമാണ്. നിരന്തരം സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വേറൊരു തീർത്ഥത്തിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെ സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ അറിയാം എത്ര കാലം ഞാൻ മുമ്പ് തീർത്ഥാടനം ചെയ്തു, അതിൽ നിന്ന് എന്ത് വ്യത്യാസം ഉണ്ടായി, ഇപ്പോ ഞാൻ ഈ സത്സംഗത്തിലൂടെ എനിക്ക് എന്ത് വ്യത്യാസം ഉണ്ടായി എന്ന് അറിയുന്നവർക്കറിയാം. പക്ഷെ എന്തായാലും നമ്മൾ എത്രയോ കാലം തീർത്ഥാടനം ചെയ്തതിന്റെ ഫലമാണ് ഒരു സത്സംഗം കിട്ടുക. അതും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്രയോ കാലം ക്ഷേത്രാടനം, തീർത്ഥാടനം, നാമജപാദികൾ, പൂജാദികൾ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു സത്സംഗം വന്നു ചേരുക. അപ്പൊ നിങ്ങൾ സത്സംഗത്തിന് അധികാരിയായി തീരുന്നത് എപ്പോഴാണ്? ഇത്രയും അഭ്യാസങ്ങൾ കഴിഞ്ഞു വരുമ്പോഴാണ് ഭഗവാൻ നിങ്ങളെ തെരഞ്ഞെടുക്കും ഒരു സത്സംഗത്തിന് വേണ്ടിയിട്ട്. ഇവൻ
ഇപ്പൊ കേൾക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇവന്റെ അലച്ചിലൊക്കെ ഒരുവിധം കഴിഞ്ഞിരിക്കണു. ഇവൻ അലയേണ്ടടത്തൊക്കെ അലഞ്ഞു കഴിഞ്ഞിരിക്കണു. അവന് ചിത്തത്തിൽ ഒരു ശാന്തിയും സമാധാനവും വന്നിരിക്കണു. ഇപ്പൊ അവൻ പറഞ്ഞാൽ കേൾക്കും. ആ തലത്തിലെത്തുമ്പോഴേ സത്സംഗത്തിന്റെ അടുത്ത് എത്തുള്ളൂ. ഗുരുക്കന്മാരുടെ അടുത്ത് എത്തിച്ചേരണമെങ്കിൽ കുറേ തീർത്ഥാടനങ്ങൾ കഴിയേണ്ടി വരും ചിലർക്ക്. നമ്മളൊക്കെ ചിലപ്പോൾ പൂർവ്വജന്മത്തിൽ കുറെ തീർത്ഥാടനം ചെയ്തതിന്റെ ഫലമായിരിക്കാം ഈ ജന്മത്തിൽ നേരത്തെ തന്നെ സത്സംഗങ്ങളിൽ ചെന്നു ചേരുന്നത്. ചില ആളുകൾക്ക് ഈ ജന്മം മുഴുവൻ തീർത്ഥാടനങ്ങൾക്കുള്ളതായിരിക്കും, ഒരിക്കലും അവർ സത്സംഗത്തിലേക്ക് എത്തിച്ചേരില്ല. അങ്ങനെ അവരുടെ ജീവിതം കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ അടുത്ത ജന്മമോ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലോ ആയിരിക്കാം സത്സംഗം വന്നു ചേരുക. അപ്പോൾ ഏറ്റവും പവിത്രമായിട്ടുള്ള തീർത്ഥം എന്ന് പറഞ്ഞത് കുളിച്ചാൽ, ഏതൊരു തീർത്ഥത്തിൽ കുളിച്ചാൽ നിങ്ങൾ അപ്പശുദ്ധരാവൂ, അത് ഏതാണ്? സത്സംഗമാകുന്ന തീർത്ഥമാണ്. നമ്മുടെ പാപങ്ങളെ, ദുരിതങ്ങളെ എല്ലാം വേഗത്തിൽ ക്ഷയിപ്പിക്കുന്നതാണ്. ദർശനാദേവ സാധവ. ദർശനം കൊണ്ട് തന്നെ സജ്ജനങ്ങൾ നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നർത്ഥം. ദർശനം എന്ന് പറഞ്ഞാൽ കണ്ട് അവരുമായിട്ടുള്ള കുറച്ചു നേരത്തെ ആ സമാഗമവും ആ കുറച്ചു നേരം സജ്ജനങ്ങളുമായിട്ട് ചെലവഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള അജ്ഞാനത്തിന്റെ ഒരുപാട് പുകമറകൾ, ഒരുപാട് മായകൾ നീങ്ങി